അപ്പൊ വിഷ്ണു, താങ്കൾ ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഇന്റർവ്യൂകളിൽ പറയുകയുണ്ടായി, സന്തോഷ് വർക്കിലൂടെ കൂടെ നടക്കുന്നുണ്ട്, അലൻ ജോസ് പെരേരയുടെ കൂടെ നടക്കുന്നതുകൊണ്ട് താങ്കൾക്ക് ഒരുപാട് സിനിമ നഷ്ടപ്പെട്ടു എന്ന് പറയുകയുണ്ടായി. ആ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഒരുപാട് പേര് ചിലപ്പോ കമന്റ് ചെയ്യുമായിരിക്കും. കാരണം 22 വർഷത്തിന് മുകളിലായി താങ്കൾ സിനിമയിൽ വന്നിട്ട്. ഈ സന്തോഷ് വർക്കിക്ക് മാറട്ടതിന് മുന്നേയും താങ്കൾ ഇത്രയും വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു, മനസ്സിലായോ? അപ്പോ ആ സ്റ്റേറ്റ്മെന്റിനോട് എത്ര യോജിക്കുന്നു? അവരുടെ കൂടെ പോയതുകൊണ്ടാണ് സിനിമ കിട്ടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തത. 2 സിനിമകളിൽ ചെന്നപ്പോഴാണല്ലോ അവര് പറയുന്നത്. പക്ഷെ അതിനു മുന്നേ താങ്കൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അതിനു മുന്നേയും താങ്കൾ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇടാൻ കാര്യം? സ്റ്റേറ്റ്മെന്റ് ഇടാന്ന് വെച്ചാൽ ഇപ്പൊ 3 സിനിമകളിൽ എന്നെ വിളിച്ചിട്ട് 3 സിനിമയിലെ ആൾക്കാരെ ഇങ്ങനെ എന്നെ അറിഞ്ഞല്ല, തിരിച്ചറിഞ്ഞു. അപ്പൊ ഇങ്ങനെ പെരേരയുടെ ആറാട്ടിന്റെ കൂടെ നടക്കണില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു, താങ്കൾക്ക് ഈ പടത്തിൽ ചാൻസ് ഇല്ല, അവരുടെ കൂടെ നടക്കുന്നുണ്ട്. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോ അത്യാവശ്യം അതിനെ ബിൽഡപ്പ് ചെയ്ത് പറയാനല്ല. കാരണം ഇപ്പോ അലൻ ജോസ് പെരേര എന്ന വ്യക്തി ഞാനാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോ ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയണല്ല, ഞാൻ എന്തു ആയിക്കോട്ടെ. പക്ഷെ ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി കഷ്ടപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിക്കുന്നുണ്ട്. അത് എന്താന്നുള്ളത് പതിയെ പതിയെ അറിയും. പക്ഷെ അറിയാലോ, റിവ്യൂവർ ആയിട്ട് മാറി സീരിയലിൽ അഭിനയിക്കുന്നതും നിന്നെ പോലെ തന്നെ ഒരു പടത്തിലാണ് ഞാനും അഭിനയിച്ചിരിക്കുന്ന, ഡയലോഗ് പറഞ്ഞിട്ട് 2 പടം റിലീസ് ചെയ്യാനുണ്ട് തിയേറ്ററിൽ. അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്